ട്രംപിൻ്റെ അന്ത്യശാസനം 48 മണിക്കൂറിനകം ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ട്രംപ് ഇറാൻ്റെ മേലെ നരകം ഉണ്ടാക്കുന്ന പറഞ്ഞത്. അമ്പാ കേട്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ്. ആരുമില്ല, ട്രംപ് തന്നെ. അല്ലാതെ കേൾക്കുന്ന ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ പറഞ്ഞത്, ഇന്ന് പോയെങ്കിൽ എവിടുന്ന് വരുത്, ചിരിപ്പിക്കാണ്ട് പോ 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 പോ. ഇതാണ് ഇത് കേട്ട ആൾക്കാരുടെ അവസ്ഥ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് വിട്ട വെടിയുടെ അല്ലെങ്കിൽ ഒരു വെടിക്കഥയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് കാര്യപ്പെട്ടതൊന്നും നടന്നിട്ടില്ല. അതായത് ഇന്ന് കാര്യപ്പെട്ട് നടക്കുന്നത് ഇറാൻ എന്താ പറയുക, വീണ്ടും തിരിച്ചും മറച്ചും ജെറുസലേമിലേക്കും ടെല്ലവീവിലേക്കും ഹൈഫയിലേക്കൊക്കെ മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ UAE പോകുന്നുണ്ട്, ഖത്തറിലോട്ട് പോകുന്നുണ്ട്, ബഹ്റൈനിലോട്ട് പോകുന്നുണ്ട്, കുവൈറ്റിലോട്ട് പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. അമേരിക്ക എന്ത് ചെയ്യുന്നത്? അതേ സമയത്ത് അമേരിക്ക ഞങ്ങളുടെ കാണാതെ പോയ പ്ലെയിൻ്റെ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളുടെ വാലും തലയൊക്കെ തപ്പി നടക്കുകയാണ്. കൂട്ടത്തിൽ ഒരു പൈലറ്റും കൂടെ മിസ്സിംഗ് ഉണ്ട്. ആ പൈലറ്റിന് തന്നെ നടക്കുന്ന അമേരിക്കനെ നമ്മൾ കണ്ടത്. യുദ്ധമൊന്നും ഇപ്പോൾ നോക്കാൻ നേരമില്ല. നാട്ടിൽ നിൽക്കപ്പുറത്തില്ലാത്തൊരവസ്ഥ അമേരിക്കയ്ക്ക്. പോയ പൈലറ്റ് എവിടെയെന്ന് കാണാനില്ല, പോയ ഫ്ലൈറ്റ് എവിടെ, അല്ലെങ്കിൽ ജെറ്റുകൾ എവിടെയെന്ന് പോലും അറിയില്ല, അപ്പാച്ചെ അല്ലെങ്കിൽ അതുപോലത്തെ ഹെലികോപ്റ്റേഴ്സ് എവിടെയെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഫില്ലിംഗ് വിമാനങ്ങൾ കാണാനില്ല. പോയതൊക്കെ അവിടെ വീണിട്ടുണ്ട്. ഏതായാലും ഇറാൻ്റെ കയ്യിൽ ഡിഫൻസ് സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പോയ വിമാനങ്ങളൊക്കെ വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നുണ്ട് കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഇന്ന് ഇതൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. പ്രധാനമായിട്ടുള്ളത് ട്രംപിൻ്റെ അന്ത്യശാസനം പുറത്തോട്ട് വന്നിട്ടുണ്ട്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലിടുക്ക് ഏപ്രിൽ 6 തുറന്നു കൊടുക്കണമെന്നും ഇത് ഇറാന് നൽകുന്ന അന്ത്യശാസനമാണെന്നും ഇത് പാലിച്ചില്ലെങ്കിൽ ഇറാൻ്റെ മേലെ നരകം വർഷിക്കുമെന്നും ഓൾ ഹെൽ വിൽ റെയിൻ ഡൗൺ ദം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും ഇത് സത്യം പറഞ്ഞപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ട്രംപ് പറഞ്ഞു ഓക്കെ, ഏതായാലും ന്യൂസ് ഇട്ടേക്കാം, അട്ടമക്കളെ ന്യൂസ് അതോടെ കഴിഞ്ഞിരിക്കും. ട്രംപ് എന്ത് ചെയ്യില്ല എന്നുള്ളത് ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഇത് തന്നെയാണ് കഴിഞ്ഞ 37 ദിവസങ്ങളായിട്ട് പറയുന്നത്. ഓരോ ദിവസവും ഞങ്ങൾ ഇറാനെ തീർക്കും, ഞങ്ങൾ തീരും, ഞങ്ങൾ ഇറാനെ തീർക്കും, ഞങ്ങൾ തീരും. ഇതാണ് അവസ്ഥ. ഏതായാലും ഇസ്രായേലിൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഇസ്രായേലിന് തിരിച്ച് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇറാനിൽ മാക്സിമം അതേപോലെ തന്നെ തിരിച്ച് ബോംബ്, ഇപ്പം ഇന്നത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അമേരിക്കയുടെ 3 B-2 ബോംബേഴ്സാണ് ഇറാൻ്റെ മേലെ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വരുന്നത്. അതായത് ഇറാൻ്റെ B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് 2 ബോംബേഴ്സ് വന്ന് ഇറാൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ടെഹ്റാനിലെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ ആണവ റിയാക്ടർ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. ഇറാൻ്റെ സ്പൈ ചാര കേന്ദ്രങ്ങളൊക്കെ ട്രംപ് ഒന്ന് തകർത്തിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട്. ഇനി ആ റിപ്പോർട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇറാൻ ഇന്ന് ചില ഇതൊക്കെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 കൊല്ലം ഇനിയും നിങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വെക്കാൻ മാത്രമുള്ള സാധനമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങളായിട്ട് ഒരു ഹോർമോസ് തുറക്കാനോ അല്ലെങ്കിൽ അത് അടയ്ക്കാനോ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് പേടികൊണ്ടല്ലേ പോകാത്തത്? സത്യമല്ലേ? അതായത് നിങ്ങൾക്ക് ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൂടെ പോകാൻ പേടിയുണ്ട്. എന്താ, ഞങ്ങൾ ആക്രമിക്കും, ഓഫ് കോഴ്സ് ഞങ്ങൾ ആക്രമിക്കും. അതല്ലാണ്ട് അതിൽ കൂടെ ബാക്കിയുള്ള ആൾക്കാർക്ക് പോകാം, ഒരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ചാരിറ്റി വൈസ് പോകുന്ന ഈ സഹായ സംഘടനകളിലൊക്കെ പോകുന്ന ഷിപ്പുകളും ഷിപ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടേ പൊക്കോ. ഞങ്ങളാരും അവരെ പിടിച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾ മനുഷ്യത്വപരമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളൂ. നിങ്ങളാണ് മനുഷ്യത്വം ഇല്ലാണ്ട് ഞങ്ങളെ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. ഞങ്ങളുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഞങ്ങളെ വന്ന് ആക്രമിച്ച ശത്രുവിനെ ഞങ്ങൾ തുരത്തുന്നു. ഇത്ര മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. എത്ര ലളിതമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നത് നിങ്ങൾ നോക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ്റെ ബുഷേർ ആണവ നിലയത്തിൽ ഏകദേശം 350 മീറ്റർ മാറിയിട്ടാണ് ഒരു വലിയ അമേരിക്കയുടെ ബോംബിംഗ് മിസൈൽ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് പ്രധാന റിയാക്ടറിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. സ്ഫോടനത്തിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു എന്നുള്ളതാണ് ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്ന കൺഫർമേഷൻ. അതായത് US-ൻ്റെയും ഇസ്രായേലിനുമെതിരെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് GCC രാജ്യങ്ങളിലെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ആണവ റിയാക്ടറിൽ ഏതെങ്കിലും രീതിയിൽ ബോംബ് വന്ന് അത് പൊളിഞ്ഞ് അല്ലെങ്കിൽ അവിടെ ഒരു ന്യൂക്ലിയർ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നിയറസ്റ്റ് കൺട്രികളായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ, അത് GCC രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇറാൻ ഓഫ് കോഴ്സ് എഫക്റ്റ് ചെയ്യും. അതിനേക്കാൾ വലിയ അതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് GCC രാജ്യങ്ങൾക്കാണ്. അതൊന്ന് അറിഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അടിക്കുന്നതും അല്ലെങ്കിൽ അടുപ്പിക്കുന്നത് ഇവന്മാരാണെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് മൊത്തം വരുന്നത് ഈ പറഞ്ഞ ഇറാനിലും അതല്ലെങ്കിൽ ഇറാൻ്റെ അടുത്തുള്ള GCC രാജ്യങ്ങൾക്കും. ഇതൊന്നും അറിയാണ്ടാണ് ഈ അറബ് ഷെയ്ഖുമാർ ഇറാൻ്റെ എതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പല സാധനങ്ങളും ഷേക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പം അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അവർ പറഞ്ഞ ആണവ നിലയങ്ങൾക്ക് ഇതുവരെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒരു കേടുപാടുകളൊന്നും വന്നിട്ടില്ല, ന്യൂക്ലിയർ വികരണങ്ങളൊന്നും അവിടെ നിന്ന് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് റഷ്യ പറയുന്നുണ്ട് ആണവ നിലയത്തിന് നേരെയുള്ള ഷെല്ലാക്രമണത്തിൽ അപകടകരമായിട്ടുള്ള കീഴ്വഴക്കമാണെന്നും റഷ്യയുടെ എഞ്ചിനീയേഴ്സ് ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നുണ്ട്. റഷ്യയും കൂടെ കൂടിയിട്ടാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കൂടിയിരിക്കുന്നുണ്ടെന്നും അതിന് വല്ല രീതിയിലും വല്ല കേടുപാടുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകുന്നു റഷ്യ ഒരു മുന്നറിയിപ്പും കൂടെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് യു എക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ യു എയുടെ മറ്റ് ചില റഡാർ സിസ്റ്റം കൂടെ തകർത്തതായിട്ട് IRGC ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് ഇറാൻ്റെ പുതുതായിട്ട് വന്നിട്ടുള്ള മിസൈലുകൾ യു എയുടെ സൈനിക കേന്ദ്രങ്ങൾ, അതായത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതോടൊപ്പം തന്നെ ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കൻ റഡാർ സ്റ്റേഷനുകളും അതുപോലെ തന്നെ സൈനിക വിന്യാസങ്ങളും തകർത്തതായിട്ടുള്ള ഒരു ക്ലെയിമും കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ സൗദി അറേബ്യ ഒരു സൈനിക താവളം, അമേരിക്കയുടെ അത്യാധുനിക നിരീക്ഷണ വിമാനമായിട്ടുള്ള ബോയിങ് E3 സെൻട്രി എന്ന് പറഞ്ഞ വിമാനങ്ങൾ, ആ ഒരു ശ്രേണിയിൽ വരുന്ന വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് സൗദി അറേബ്യയിലെ എന്താ പറയുക ബേസിലോട്ടുള്ളതിലാണ്. ബോയിങ് E3 സെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതേപോലെ ഇറാഖിലെ ബഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള വിക്ടറി ബേസിൽ തുടക്കം മുതലേ ഉണ്ട്. വിക്ടറി ബേസിൽ ടക്കടക്ക കൊണ്ട് അടിക്കാറുണ്ട്. അത് ഹൂത്തികളല്ല, ഹിസ്ബുള്ള അവിടെ കൊണ്ട് ഡ്രോൺ അടക്കം പൊട്ടിക്കാറുണ്ട്. അവിടേക്കുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇറാഖി സൈനിക വിമാനം തകർത്തിട്ടുണ്ട്. ഒരു ഇറാഖി സൈനിക വിമാനം അവിടെ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുള്ള ഒരു ആക്രമണത്തിൽ ഒരുപാട് സൈനികർ അവിടെ മരണപ്പെടുകയോ അതല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി മറ്റ് ചില വീഡിയോ വിഷ്വൽസ് കാണിച്ചു തരാം. ഇത് ഇറാൻ്റെ മിസൈൽ വീണതാണ്. ഇസ്രായേലിലുള്ള ബീഷവേലാണ് നമ്മൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നല്ല, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, ഒന്നും രണ്ടുമൊന്നല്ല, ഒരുപാട് സ്ഥലങ്ങൾക്ക് വളരെ മോശമായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നു. ടെല്ലവീവിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെ ഇന്ന് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനം നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പുകയും വെടിയൊക്കെ അവിടുന്ന് കാണുന്ന വീഡിയോസ് ഇപ്പോൾ പുറത്തോട്ട് ഔട്ടായിട്ടുണ്ട്. ജെറുസലേമിൽ ഭയങ്കരമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇതപ്പം റോയൽ ഇംഗ്ലീഷ് ന്യൂസ് ചാനലൊക്കെ പുറത്തോട്ട് വിടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തോട്ട് വരേണ്ടി വരും. ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷനാണ് ജെറുസലേമിൽ നിന്ന് കേട്ടിട്ടുള്ളത്. മൊത്തം ജെറുസലേമിനെ തന്നെ കുലുക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരുപാട് വിഷ്വൽസും ഒരുപാട് ഫോട്ടോസും വന്നിട്ടുണ്ട്. ഈ ടെല്ലവീവിലും ഹൈഫയിലും നടന്നിട്ടുള്ള ഇറാൻ്റെ ആക്രമണങ്ങളിൽ ഇന്ന് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ആൾനാശവും കാര്യങ്ങളും ഒന്നും പുറത്തോട്ട് റിപ്പോർട്ടുകൾ വിടാറില്ല, അതുകൊണ്ട് നമ്മളാരും കാണുന്നു കേൾക്കുന്നുമില്ല. പക്ഷെ അതല്ലാതെ അവിടുത്തെ ബിൽഡിങ്ങുകൾക്കും അവിടുത്തെ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇതൊക്കെയാണ് നമ്മൾ ആ കാണുന്ന വീഡിയോസ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ട്രംപ് വീണ്ടും ഒരു സൈഡിൽ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ തള്ളിൽ ഒരാൾ ചെവി പോലും കൊടുക്കുന്നില്ല. എന്തെങ്കിലും ആ പൊട്ടം പറഞ്ഞു പോട്ടെ എന്നുള്ള അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് ട്രംപ്. ബാക്കിയുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ ഡെയിലി ആക്രമണങ്ങളിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റും ഇസ്രായേലും അമേരിക്കൻ ബേസുകളും തിരിച്ച് ഇറാനിലാണെങ്കിൽ നല്ല രീതിയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം ഈ വഴിക്ക് പോകുന്നുണ്ട്. നാട്ടിൽ എന്താ പറയുക പ്രതിസന്ധികളൊക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പല LPG സെൻറ്ററുകളും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് ഹോട്ടലുകൾ ഇപ്പോഴും നാട്ടിലെ പല ഹോട്ടൽസ് ഇപ്പോഴും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗ്യാസ് ഇല്ലാത്ത കാരണം കൊണ്ട്. പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, ഡീസലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ടും ഒരു കൂസലും ഇല്ലാണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കൾ തിരിച്ച് റാലി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്ത് പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന രാജ്യദ്രോഹിയും ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും നടക്കാണ്ട് ഇവിടെ എപ്പോഴും ചെണ്ടയും കൊട്ടി നടക്കുന്ന വണ്ടന്മാർ വിശ്വഗുരുക്കളായിട്ടൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് താളം തുള്ളാൻ പറ്റിയ സംഘീകൂട്ടങ്ങളും ഉണ്ട്. ഏതാണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ. വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടും പറയാം. ശരി.